ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് രാവിലെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായി എൻ്റെ വീഡിയോ അത് ക്ലീനിങ് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാട്ടാന്ന്. അങ്ങനെയെല്ലാം ക്ലീനായാൽ പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായി. ചായ പരിപാടിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചട്ടോ. അപ്പം പുതിയ അടുക്കള ആയതുകൊണ്ട് പാൽ തിളപ്പിക്കലൊന്നുമില്ല, ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് തുടങ്ങൽ. ഇതാ ഇത്രയൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് എൻ്റെ അടുക്കളയിൽ. ഇനിയും കുറേയൊക്കെ വരുത്താനുണ്ട്. ഒന്നാമത്തത് സാമ്പത്തിക പ്രശ്നം, രണ്ടാമത്തത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിച്ചിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എത്ര ആവും അത്ര ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ ക്ലീൻ ആക്കലുണ്ട്. അതൊക്കെ പയ്യെ പയ്യെ ഞങ്ങൾക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ചായ കുടിച്ചിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നിരിക്കണം കേട്ടോ. ചായ കുടിച്ച് തന്നെ വെള്ളം വരും. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം വിടും. പിന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ ആ വെള്ളത്തിൻ്റെ പിന്നാലത്തെ ഓട്ടയ്ക്കാറ് എനിക്ക് ഉണ്ടാവുന്നത്. അപ്പുറത്ത് കൈകളും ഇപ്പുറത്ത് കൈകളും ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കലും അങ്ങനെ വെള്ളം വിടുന്ന ദിവസം ഫുള്ളും ബിസി ആയി ഞാൻ. രാവിലെ മാത്രം കേട്ടോ. അങ്ങനെ രാവിലെ ചായ കുടിക്കുന്ന ടൈമിൽ ഇതാ ഇവറ്റകൾ രണ്ടും എവിടെ ഉണ്ടെങ്കിൽ ഓടിക്കെതിച്ച് വരും ഞങ്ങളുടെ അടുത്തേക്ക്. എന്തിനാണെന്നറിയോ? ബിസ്ക്കറ്റ് തിന്നാൻ. ആ ബിസ്ക്കറ്റിൻ്റെ പാക്കിൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ രണ്ടാൾക്കും ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. പിന്നെ ഓർക്കും വേണ്ടേ രാവിലെ ചായയും കടിയല്ലോ. അങ്ങനെ ചായത്തേം കടീൻ്റെതും പരിപാടികൾ കഴിഞ്ഞ് കടി പറഞ്ഞാൽ ഞങ്ങൾ ബിസ്ക്കറ്റ് തിന്നാണല്ലോ കേട്ടോ ചായക്ക്. പിന്നെ ഞങ്ങൾ നാഷ്ട ടൈമിൽ തന്നെ നാഷ്ട ആക്കുള്ളൂ. ഓരോ 9:30-10 മണിക്കെല്ലാം ഞങ്ങൾക്ക് നാഷ്ട തിന്നാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെയാണ് പിന്നെ രാവിലെ തന്നെ ഒന്നും വേഗം തിന്നാനും പറ്റില്ല. കറക്റ്റ് ടൈം ഒരു 10 മണിയാകുമ്പോഴത്തേ നാഷ്ട ആക്കുള്ളൂ ഞാൻ. കുട്ടികളെല്ലാം പോയിട്ട് സമാധാനത്തിലിരുന്ന് തിന്നാലേ ഞങ്ങൾക്ക് എന്താന്ന് അറിയുള്ളൂ പള്ള. അങ്ങനെ ഇഡ്ഡലിയാണ് കേട്ടോ. ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ എൻ്റെ മോള് 2-3 ദിവസത്തിൽ നിന്ന് പറയാൻ തുടങ്ങിയിട്ട് ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് പരിപാടി ആയതുകൊണ്ട് ഇഡ്ഡലിക്ക് മാവ് അരക്കാനെല്ലാം പ്രശ്നമായിരുന്നു. ഒരു ദിവസം ഫുള്ളും ഗ്യാസ് ഞാൻ പുറത്തിട്ടുണ്ടായി. അപ്പോൾ അരക്കലും പിടിക്കലെല്ലാം ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താക്കുണ്ടായി ലൈറ്റ് ഫുഡുകൾ ആക്കി കൊടുത്തുകൊണ്ടായത്. അങ്ങനെ ഇനിയിപ്പം ക്ലീൻ ആയല്ലോ അടുക്കള പറഞ്ഞിട്ട് രാത്രി ഞാൻ മുന്നേ തന്നെ അരി അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഇഡ്ഡലി പാർന്നിട്ട് അതിന് സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കും ചട്നി ഉണ്ടാക്കും. പക്ഷേ അന്ന് ചട്നി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. ചട്നി എന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടെങ്കിൽ ചട്നി തൊടൂല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കളയേണ്ടി വരും. 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ കൊണ്ടുപോയിട്ട് ഞാൻ കളയും. അപ്പോൾ അതാക്കണത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും ഉണ്ടാതായതാണ്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്പവും പറഞ്ഞിട്ട് കയറി വരും കേട്ടോ. അത് ഏത് അപ്പം എന്നല്ല, അത് ഞാൻ വർത്താനം പറയുമ്പോൾ അതൊരു സെൻറ്റൻസ് എന്താണാവോ കയറി വരും ഇടയ്ക്ക്. എത്ര അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും അതെങ്ങനെ കയറി പറ്റിക്കോളും ആ വീഡിയോയിൽ. അങ്ങനെ ഇഡ്ഡലി ഞാൻ പാർന്ന് വെച്ചിട്ടാണ് ഞാൻ വെള്ളം പിടിക്കാൻ പോയിൻ്റായത്. അപ്പോൾ എൻ്റെ അടുക്കള എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭംഗിയൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഓടിട്ട പെര, ഒന്നാമത്തത് ഓടിട്ട പെര, പിന്നെ രണ്ടാമത്തത് ഈ അടുപ്പെല്ലാം കത്തിക്കുമ്പോൾ അതിൻ്റെതായ പുകൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയാണ് വീട് ഒന്നാമത് നാശമായി പോലെ. അല്ലാതെ ആരും വേണമെന്ന് വെച്ചിട്ട് ആരും വീട് നാശാക്കാൻ നിൽക്കില്ല. പിന്നെ ഞങ്ങളുടെ വീട് ഞാൻ പറഞ്ഞില്ലേ കുറേ 10-35 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ക്ലീനാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ശക്തിക്ക് മീറിയിട്ടാണ് ഞാനിത് ക്ലീനാക്കിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഫ്രിഡ്ജെല്ലാം ഞാൻ ആൾറെഡി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ക്ലീനാക്കാൻ ഫ്രിഡ്ജ് ഞാൻ ആൾറെഡി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അകത്തെല്ലാം പുറത്ത് മാത്രം കുറച്ച് ധൂളായതെല്ലാം ഞാൻ ഒന്ന് തുടച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് മഹരിബ് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് മൗലൂദ് എന്ന് പറയുന്നുണ്ട്, സ്വലാത്ത് ഉണ്ടായി പള്ളിയിൽ. അപ്പോൾ സ്വലാത്തിന് പോയിട്ടായിട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങൾക്ക് ഫുഡ് അവിടെ പള്ളിയിൽ നിന്ന് കിട്ടും. ഓരോരോ പാക്കറ്റിലാണ് ഫുഡ് കിട്ടൽ. മാസം ആരെങ്കിലും ഒന്ന് കൊടുക്കും ഫുഡ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ. പുറമക്കാർ പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ല കേട്ടോ. ഞങ്ങളെല്ലാം ഒരു ഫാമിലിക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നടന്നുകൊണ്ട് വന്നതാ. ഹസ്ബൻഡ് ഏഷാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ എന്താക്കി നടന്നുകൊണ്ട് പോകുക. രാത്രി നൈറ്റ് നടക്കുന്നത് ഒരു കൊസിയല്ലേ. അങ്ങനെ നടന്നുകൊണ്ട് പിന്നെ വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു ബിരിയാണി. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നോക്കുന്നവരായിട്ടുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.